വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോൺ ഡിസൈൻസിൽ തന്നെയാണ്. അവിടുത്തെ നമ്മുടെ കുട്ടികളുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പെട്ടെന്ന് കാണിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻലി ഇന്ന് കാണിക്കുന്നതെല്ലാം ബ്ലൗസസ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സ്കേർട്സ് വേണമെങ്കിൽ പ്ലെയിൻ സ്കേർട്ട് അല്ലെങ്കിൽ പ്ലെയിനിൽ വന്നിട്ട് ഗോൾഡൻ കളർ ബോർഡർ അങ്ങനെ, പിന്നെ അതല്ലെങ്കിൽ സ്ട്രൈപ്സ് ചെക്സ് ആ ഒരു പാറ്റേൺസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്കിൽ ഇങ്ങനെ ഒരു നെക്ക് വരുന്ന സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് ക്രോപ്പ് ടോപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതല്ല നോർമൽ ബ്ലൗസ് പോലെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് ഇതിന്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. കോട്ടന്റെ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ലൈനിങ് ആണ് ഇതിന് കൊടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ, ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നെക്കിന്റെ തുണിയുടെ ഒരു ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അടുത്ത് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ്, സെയിം എന്താ പറയുക സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു ബ്ലൗസ് തന്നെയാണ്. പക്ഷെ ഇതിന് ചെറിയൊരു പഫ് സ്ലീവ് വരുന്നുണ്ട്. എന്നിട്ട് ആ പഫ് സ്ലീവിന് ചെറുതായിട്ട് ഇവിടെ ഒരു ബോർഡറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. നെക്കിനും ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഒരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. നെക്കിനും ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണുള്ളത്. അടുത്ത് വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡിൽ ഇത് ബ്രൊക്കേഡിന്റെ ബ്ലൗസ് ആണ് വരുന്നത്. റെഡ് ആൻഡ് ഗോൾഡ് കളർ കോമ്പിനേഷൻ വരുന്നതാണ്. ചെറിയൊരു പഫ് സ്ലീവും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. ബാക്ക് ഓപ്പൺ ആണ്, നോർമൽ ഒരു ബ്ലൗസ് പോലെയാണ് ഇത് വരുന്നത്. അടുത്ത് വന്നിട്ട് ഒരു മെറൂൺ കളറാണ്. മെറൂണിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഗോൾഡൻ, ഭയങ്കര ബ്രൈറ്റ് അല്ല, ഒരു ഒതുങ്ങിയ ഒരു ടൈപ്പ് ഓഫ് ഒരു ഗോൾഡൻ കളറിൽ വരുന്നതാണ്. അപ്പൊ ബാക്കിൽ ചെറിയൊരു ഡിസൈനും വരുന്നുണ്ട് കേട്ടോ. നെക്കിന് ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ചെറിയൊരു പാറ്റേൺ വരുന്നുണ്ട്. അപ്പൊ ഇത് സ്ലീവ്ലെസ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ നല്ലൊരു സെയിം മെറൂൺ അല്ലെങ്കിൽ ഈ ഒരു പിങ്ക് കളർ സ്കേർട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലെങ്കിൽ ഗോൾഡൻ കളർ സ്കേർട്ട് ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അതിൽ തന്നെ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് ഈ കാണുന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പ് പാറ്റേൺ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട്. ഇതിന്റെ ബാക്കിന്റെ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, കുറച്ച് എന്താ പറയുക നല്ല മോഡേൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പോകാം കേട്ടോ. കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ ലുക്ക് കുട്ടികൾക്ക് കിട്ടും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കേർട്ട് വേറൊരു സ്കേർട്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെയിം ബ്ലൗസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്നത് ഈ ഒരു നല്ല റെഡ് ആൻഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പൊ ഈ ഒരു ഡിസൈനിലുള്ള ഒരു ബ്ലൗസ് ആണ് വരുന്നത്. ഇതൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. അതിന്റെയും ഈ പറഞ്ഞ പോലെ നെക്കില് ബാക്കിലാണ് ഇതിന്റെയൊക്കെ ഡിസൈൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസൈൻ വരും. എന്നിട്ട് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബാക്ക് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കാണാനായിട്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒന്ന്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂണില് ഫുൾ നല്ല തിന്നായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. ഗോൾഡൻ കളർ സെറി വർക്ക് വരുന്ന നല്ലൊരു ബ്രൊക്കേഡാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിന് കുറച്ചൊരു കോളറും കൂടി വരുന്നുണ്ട് കേട്ടോ കാരണം. എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ സ്ലീവ് വരും. പിന്നെ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട പാറ്റേണിൽ തന്നെ സ്ലീവ് കുറച്ചുകൂടി ലെങ്തി സ്ലീവ്, ഒരു എൽബോ സ്ലീവ് വരെയൊക്കെ വരുന്ന ആ ഒരു സ്ലീവിൽ വരുന്നതാണ്. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ ബാക്കിലൊരു ഡിസൈൻ വരുന്നുണ്ട്. ഇതും ബാക്കിൽ തന്നെയാണ് ഓപ്പണിംഗ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കുട്ടികൾക്ക് നല്ല ക്യൂട്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങൾക്ക് ഇതിന് ഏത് സ്കേർട്ട് വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെടാം. അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്കേർട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടില്ല അധികം. ഓക്കെ, പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. അതിൽ ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന ഒരു ബ്ലൗസ് ആണ്. ഇതും ഈ പറഞ്ഞ പോലെ എൽബോ സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ബാക്ക് നെക്കിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ട് അതിനിങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പാറ്റേണിലാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുണ്ടാവും ഇതും കാണാനായിട്ട്. നല്ല രസമുള്ളൊരു കളറാണ്, നല്ല ഗ്രീൻ ആണ് കേട്ടോ. അടുത്ത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ എന്താ പറയുക ഗോൾഡൻ കളർ ഡിസൈൻ വരുന്ന ഒരു ബ്രൊക്കേഡാണ്. ഇതിന് ചെറിയൊരു പഫ് സ്ലീവ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, കുട്ടികൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോൾ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ നെക്കിന് വന്നിട്ട് ഒരു ലേസ് ഡിസൈനിങ് വരുന്നുണ്ട്. കുഞ്ഞൊരു ലേസ് ഡിസൈനിങ് ഉണ്ട്, സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ഹൈലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ജ്വല്ലറി ഒന്നും അവർക്ക് ആവശ്യമില്ല, കാരണം മാലയൊന്നും അധികം ഇടേണ്ട ആവശ്യമില്ല. നല്ല ക്യൂട്ടായിരിക്കും കാണാൻ കേട്ടോ. അടുത്ത് വരുന്നത് ബ്രൊക്കേഡിൻ്റെ തന്നെ നല്ലൊരു ഡിസൈനാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ വരണേ. നല്ല നെക്കും വരുന്നുണ്ട്. നല്ല നെക്കും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസാണ് കേട്ടോ വരണേ. പിന്നെ വരുന്നത് വെൽവെറ്റ്.
എപ്പോഴും ഔട്ട് ആവാത്തൊരു ട്രെൻഡിങ്ങിലുള്ള ഒരു മെറ്റീരിയലാണ് ഈ വെൽവെറ്റ് എന്ന് പറയുന്നത്. ഇതിന് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സീക്വൻസും കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും എല്ലാം കൊടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ സ്കേർട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് സെറ്റിൻ്റെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഏതെങ്കിലും വേറെ ടൈപ്പ് ഓഫ് ഒരു സ്കേർട്ട് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറ്റൂട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഗ്രീൻ കളർ ടിഷ്യൂ ടിഷ്യൂ ബ്ലൗസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്, കുഞ്ഞു കുഞ്ഞു ചെക്ക് ഡിസൈൻ പോലെയാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല കുഞ്ഞി സ്ലീവ് ഇതേ കണ്ടോ, നല്ല കുഞ്ഞി പഫ് സ്ലീവ് ആണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുണ്ടാവും, വാവകൾക്ക് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അതിൻ്റെ സ്കേർട്ടിൻ്റെ പാറ്റേൺ പറയുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ബ്ലൗസുകളും നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിലിങ്ങനെ ഒരു ചെക്ക് ഡിസൈൻ ഗോൾഡൻ പോയിട്ടുണ്ട്. അപ്പം അതിന് പകരം നമുക്ക് ഇതൊക്കെ പ്ലെയിൻ ബോർഡർ മാത്രമായിട്ടോ അതല്ലെങ്കിൽ ഈ ചെക്കിന് പകരം സ്ട്രൈപ്സോ അങ്ങനെ എന്തെങ്കിലും ടിഷ്യൂ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത് ഏത് സൈസിൽ വേണമെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറയണം. കാരണം ഇതൊന്നും നമ്മൾ ഇതിപ്പോ കുറച്ച് പീസേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇത് ഒരുപാട് പീസ് നമ്മൾ ബൾക്കായിട്ട് ചെയ്തൊന്നും വെക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ ബുക്കിംഗ് ആണ് ഇത് എടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഏജും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് സൈസ് ചാർട്ട് നമുക്ക് തന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ സ്കേർട്ടിന്റെ ഒക്കെ ഉള്ളിൽ നല്ല കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് ആണ് കേട്ടോ വരെ. കണ്ടോ, ഇതൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ലുക്ക് കിട്ടും. ഞാൻ ജസ്റ്റ് വേറൊരു ബ്ലൗസും കൂടി ഇതിനോട് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്, ക്യൂട്ടായിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഈ ഡിസൈൻസ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനാണ് നമ്മൾ ബ്ലൗസ് ആയിട്ട് സ്കേർട്ടിൽ ഒരുപാട് വെറൈറ്റീസ് വരാത്തതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ബ്ലൗസുകളാണ് കൂടുതലായിട്ട് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഇതൊക്കെ ഈ ബ്ലൗസ് ഉണ്ടല്ലോ കുറച്ച് ഇങ്ങനെ ക്രോപ്പ് ടോപ്പ് പോലെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാ കാണാൻ കണ്ടോ. അപ്പൊ നമുക്ക് നോർമലി ഇപ്പൊ നമ്മൾ നോർമൽ ബ്ലൗസ് തയ്ക്കുന്നതിനേക്കാൾ ഒരു സൈസ് ചെറുതെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്രോപ്പ് ടോപ്പ് പോലെ യൂസ് ചെയ്യാം. ഈ സ്ലീവ് ഒക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇതിന്റെ കൂടെ ഒരു ഗ്രീൻ കളറും കൂടി പെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതും ഈ പറഞ്ഞ പോലെ ഒരു എൽബോ സ്ലീവിന്റെ ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത്. ഇതേ കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല ഗ്രീൻ എന്താ പറയാ ഒരു ഗോൾഡൻ കളർ കോമ്പിനേഷൻ വരുമ്പോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ, നിങ്ങൾക്ക് കളർ കറക്റ്റ് ആയിട്ട് അറിയണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല രസമുണ്ട്. അടുത്ത ഞാൻ നേരത്തെ കണ്ട ഈ സ്ലീവ്ലെസ് ഉണ്ടല്ലോ, ഈ സ്ലീവ്ലെസ് നമുക്ക് ഇതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. കണ്ടോ, അപ്പൊ നമ്മളുടെ കുട്ടികളുടെ കളക്ഷൻസ് ഇപ്പൊ തൽക്കാലം ഉള്ളത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വീഡിയോയിൽ ചിലപ്പോൾ എക്സാക്ട് കളർ കിട്ടുന്നുണ്ടാവില്ല, കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കളർ എല്ലാം കുറച്ച് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾക്ക് പ്രോപ്പർ കളറിലേക്ക് അവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് എടുത്ത് സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ സ്കേർട്സ് ഒക്കെ ഉണ്ടല്ലോ, സ്ട്രൈപ്സോ അല്ലെങ്കിൽ പ്ലെയിൻ സ്കേർട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഓണം കളക്ഷൻസിൽ വരുന്ന കുട്ടികളുടെ കളക്ഷൻസ്. അപ്പൊ നമ്മളുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ഷോപ്പിന്റെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെലിവറി നമുക്ക് ഓൾ ഓവർ കേരള അവൈലബിൾ ആണ്. ജ്വല്ലറി വേണ്ടവർ അതിനും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേരളത്തിന് പുറത്താണെങ്കിലും നമ്മൾ ഡെലിവറി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.